അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ടീച്ചറിൻ്റെ കുഞ്ഞു മക്കളുടെ വിശേഷം എന്താണ്? എല്ലാവരും ഉഷാറാണല്ലോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതുപോലെ തഹ്ഫീളും ഖുർആനും പിന്നെ ഇഹ്സാനൊക്കെ കേട്ട് പഠിച്ച് നല്ല മക്കളായിട്ട് അടുത്ത ക്ലാസ്സിലേക്കുള്ള തയ്യാറെടുപ്പിലാണല്ലേ. മാഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ മലയാളമാണ് എടുക്കുന്നത് കേട്ടോ. മലയാളം കുറേ പേരൊക്കെ മാഷാ അല്ലാഹ് വായിച്ച് വീഡിയോ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇനിയും എൻ്റെ കുഞ്ഞു മക്കൾ ഉഷാറായിട്ട് തന്നെ വായിച്ച് വീഡിയോ ഫോർവേഡ് ചെയ്യണം കേട്ടോ. ടീച്ചറിൻ്റെ മക്കൾ എന്തൊക്കെ പഠിച്ചപ്പോൾ കുറേ പദങ്ങൾ പഠിച്ചു അല്ലേ. അതുപോലെ വാക്കുകൾ പഠിച്ചു, കഥകൾ പഠിച്ചു, പാട്ട് പഠിച്ചു. നല്ല കുട്ടികളാണ് കേട്ടോ. ഇനിയും നമുക്ക് പുതിയ പുതിയ പാഠങ്ങളൊക്കെ പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗം ഏതാണ്? യൂണിറ്റ് 6 ചിരിയോ ചിരി അല്ലേ. എല്ലാവരും കണ്ടോ പേജ് നമ്പർ 54? അതിലെന്താ നടക്കുന്നത്? സ്റ്റേജിൽ ആരാ നിൽക്കുന്നത്? ഒരു പുതുമണവാട്ടിയും പുതുമണവാളനും അല്ലേ. അവിടെ എന്താ നടക്കുന്നത്? ഒരു ആഘോഷമാണ്, അതായത് കല്യാണം. തൊട്ട് താഴെ എന്താ ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ. എന്തെല്ലാം ഭക്ഷണമാണ് ഉണ്ടാവുക? നമുക്കൊക്കെ അറിയാം. ബിരിയാണി ഉണ്ടാവും, പിന്നെയോ സദ്യ ഉണ്ടാവും അല്ലേ. ഓക്കേ, എന്തെല്ലാം ആഘോഷങ്ങളാണുള്ളത്? പെരുന്നാൾ, അതുപോലെ ഓണം, ക്രിസ്മസ്, ദിവാലി അല്ലേ. നമ്മുടെ പെരുന്നാളിന് നമ്മൾ എന്താ ഭക്ഷണം ഉണ്ടാക്കുക? ബിരിയാണി. അതുപോലെ ഓണത്തിന് എന്താ ഭക്ഷണം ഉണ്ടാവുക? സദ്യ. അപ്പോൾ നമുക്കിന്ന് സദ്യയെക്കുറിച്ചൊരു കവിത പാടാം. എന്നിട്ടോ ഒരു കഥയുമായാലോ? നമ്മള കുറേ നാളുകളായല്ലോ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ? നമ്മുടെ കൂട്ടുകാരികളെയും കൂട്ടുകാരന്മാരെയും എല്ലാം വിളിച്ചു വരുത്തി ഒരു ഭക്ഷണം കഴിക്കാം. അതല്ലേ നല്ലത്? ഞാൻ ഉമ്മയോട് പറഞ്ഞു നോക്കിയാലോ? കുഞ്ഞുമോൻ ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു. എന്താ കുഞ്ഞുമോനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്താണ് കാര്യം? പറയൂ കുഞ്ഞുമോനെ. ഉമ്മ, എനിക്കൊരു വിരുന്നൊരുക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഞങ്ങളുടെ കൂട്ടുകാരുമൊത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാണ്. അതിനെന്താ കുഞ്ഞുമോനെ, നീ പോയി നിന്റെ കൂട്ടുകാരെ വിളിച്ചു വാ. നമുക്ക് നാളെ തന്നെ ഭക്ഷണം ഒരുക്കാലോ. കുഞ്ഞുമോനെ, നമുക്ക് നാളെ സദ്യ ഉണ്ടാക്കിയാലോ? സദ്യയോ? അതെന്താണമ്മ, പ്രത്യേക ഭക്ഷണമാണോ? കുഞ്ഞുമോനെ, സദ്യ എന്ന് പറഞ്ഞാൽ ഓണത്തിനുണ്ടാക്കുന്നൊരു ഭക്ഷണമാണ്. പലവിധ കൂട്ടുകറികളുണ്ടാവും. ഉമ്മ നാളെ തന്നെ എല്ലാതരം കറികളും ഉണ്ടാക്കി നമുക്കവരെ വിരുന്ന് വിളിക്കാം. ഇത് കേട്ടപ്പോൾ കുഞ്ഞുമോന് വളരെ സന്തോഷം തോന്നി. ഉമ്മ, നാളെ തന്നെ നമുക്ക് എൻ്റെ കൂട്ടുകാരെ വിളിച്ചാലോ? അങ്ങനെ കുഞ്ഞുമോൻ നമ്മളെയും കൂട്ടി ഷംലയുടെ വീട്ടിലേക്ക് പോയി. ഷംല, എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ? കുറച്ചു സമയമായി ഷാജിയും അലിയും ഷംലയും എല്ലാം വന്നിട്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ പാടത്ത് കളിക്കുകയായിരുന്നു. കളി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. ഞാൻ നിങ്ങളെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. നാളെ എൻ്റെ വീട്ടിലൊരു വിരുന്നൊരുക്കിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഷാജി ചോദിച്ചു, കുഞ്ഞുമോനെ, നാളെ എന്താ ഭക്ഷണം? എന്താ പ്രത്യേകിച്ചുണ്ടാക്കുന്നത്? സദ്യയാണ് ഉണ്ടാക്കുന്നത്. പലതരം കൂട്ടുകറികളുണ്ടത്രേ. നല്ല
രുചിയുള്ള ഭക്ഷണമാണ്. നമുക്ക് നാളെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. എല്ലാവരും വട്ടമിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. വാഴയിലയിലാണ് ഭക്ഷണം കഴിക്കുന്നത്. എന്തെല്ലാം കറികളാണുള്ളത്! നമ്മളൊക്കെ ഇത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. എല്ലാവരും വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. എന്തൊരു രുചിയുള്ള ഭക്ഷണമാണ്! എല്ലാവർക്കും ഇഷ്ടമായി. കൂട്ടുകാരികൾ പറഞ്ഞു, ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഇത്രയും അധികം കൂട്ടുകാരികളുള്ള ഭക്ഷണം കഴിക്കുന്നത്. ഈ കൂട്ടുകാരികളുടെ പേരുകൾ എന്തായിരിക്കും? ഷംലക്കൊരു സംശയം. ഉമ്മയോട് ചോദിച്ചാലോ? അപ്പോഴാണ് ഉമ്മ സദ്യയെക്കുറിച്ചുള്ളൊരു പാട്ട് പാടിക്കൊടുക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ ഉമ്മയുടെ പാട്ടിലേക്കായി. നെയ്യിൽ കാച്ചിയ പപ്പടമുണ്ടേ, നല്ലരി വെച്ചൊരു ചോറുണ്ടേ, പാവയ്ക്കായുടെ തോരനുമുണ്ടേ, പച്ചടി കിച്ചടി രസമുണ്ടേ, ഓലനുമുണ്ടേ, കാളനുമുണ്ടേ, അച്ചാറുണ്ടേ, സാമ്പാറും പായസമുണ്ടേ, ചെറുപഴമുണ്ടേ, വയറു നിറച്ചും തട്ടിക്കൂ, വയറു നിറച്ചും തട്ടിക്കൂ. നെയ്യിൽ കാച്ചിയ പപ്പടമുണ്ട്, നല്ലരി വെച്ചൊരു ചോറുണ്ട്, പാവയ്ക്കായുടെ തോരനുമുണ്ട്, പച്ചടി കിച്ചടി രസമുണ്ട്, ഓലനുമുണ്ട്, കാളനുമുണ്ട്, അച്ചാറുണ്ട്, സാമ്പാറും പായസമുണ്ട്, ചെറുപഴമുണ്ട്, വയറു നിറച്ചും തട്ടിക്കൂ, വയറു നിറച്ചും തട്ടിക്കൂ. അപ്പോൾ ടീച്ചറിൻ്റെ എല്ലാ മക്കളും സദ്യയെക്കുറിച്ചുള്ള പാട്ട് കേട്ടു. അതിലെ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചു അല്ലേ? ഇനി എല്ലാവരും നല്ല കുട്ടികളായിട്ട് ആ പാഠഭാഗം വായിച്ച് വീഡിയോ ഫോർവേഡ് ചെയ്യണം കേട്ടോ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.